ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടായ പ്രവർത്തനം ഏറ്റെടുക്കാം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത്. ഏത് തരത്തിലുള്ള പ്രവർത്തനത്തിനും പ്രതിപക്ഷത്തിന്റെ പിന്തുണയെന്ന് പ്രതിപക്ഷം ഇന്ന് സഭയിൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ നാടിപ്പോൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ എന്ന് മുഖ്യമന്ത്രിക്ക് ഇന്ന് നിങ്ങളോട് ചോദിക്കേണ്ടി വന്നു. ഇപ്പോൾ ഈ നാട് നേരിടുന്ന പ്രശ്നം എന്താണ് എന്ന് പ്രതിപക്ഷത്തിന് വ്യക്തതയില്ലേ? ഇപ്പോഴീ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നാട്ടിലൊരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയാതെ 9 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഈ നാട് നേരിടുന്ന ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ എൻ്റെ സഹപാനലിസ്റ്റായ CPM-ന്റെ നേതാവിനെ അഭിവാദ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അദ്ദേഹം കേരളത്തിലെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ താമരശ്ശേരിയിലും വെഞ്ഞാറമൂട്ടിലുമൊക്കെ ഉണ്ടായ കേസുകളെ പറ്റി ശ്രീമതി ഷാനി ചോദിക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത് ആന്ധ്രാപ്രദേശിനെയും പശ്ചിമ ബംഗാളിനെയും അതുപോലെ തന്നെ ഒറീസയും ഒക്കെ മാത്രമാണ് ഉദാഹരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തേക്കാൾ എത്രയോ മെച്ചമാണ്. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് കേരളത്തിൽ ഈ പ്രശ്നങ്ങളെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം ടെക്സാസിലെയും കാലിഫോർണിയയിലെയും ഫ്ലോറിഡയിലെയും ഒക്കെ കണക്ക് വെച്ചിട്ടാണ് കേരളവും വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മളും അമേരിക്കയും നമ്മളൊരു ഡയറക്റ്റ് ഫൈറ്റാണ്, ഇഞ്ചോടിഞ്ച് ഫൈറ്റിൽ ഏത് നിമിഷവും നമ്മൾ അമേരിക്കയെ പരാജയപ്പെടുത്തുമെന്ന തരത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനേക്കാൾ മെച്ചമായിരുന്നു അദ്ദേഹത്തിൻ്റെ താരതമ്യം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഇവർ ശ്രീമതി ഷാനി ഇപ്പോൾ അങ്ങ് ജോലി ചെയ്യുന്ന സ്ഥാപനമായ മനോരമയിൽ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ നിങ്ങൾ മനോരമയുടെ മാനേജ്മെന്റ് ആദ്യം ചെയ്യേണ്ടത് മനോരമയിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കലാണ്. അത് അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് പരിഹാരം കണ്ടെത്താൻ കഴിയുക. ദൗർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു ഫോൾസ് ഈഗോയിലാണ്. ഈ നാട്ടിലൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അയ്യോ ഞങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നേ എന്ന ഒരു നിലവിളി വിളിച്ചിട്ട് പിന്നെ അതിനെ കുറെ കണക്കുകളും താരതമ്യ പഠനങ്ങളും ഒക്കെ വെച്ചിട്ട് വ്യാജമായൊരു നിർമ്മിതിയിൽ ഇങ്ങനെ കയറിയിരുന്ന് അഭിരമിക്കുകയാണ് കൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ അരുൺകുമാറിന്റെ ആദ്യ പാദത്തിലെ ശ്രമങ്ങൾ അത്രയും എന്തായിരുന്നു? ഇവിടുത്തെ നമ്പർ ഓഫ് കേസസ് വളരെ കൂടുതലാണ്. ശ്രീമതി ഷാനി, ഈ നമ്പർ ഓഫ് കേസസ് കൂടുന്നു. ഞാനതിൻ്റെ ആ കണക്കിനെ ദുർബലപ്പെടുത്തി കേരളത്തിലെ എക്സൈസ് സേനയുടെ മനോവീര്യത്തെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. പക്ഷേ പിന്നെയും ഈ കണക്കിൽ മാത്രം അഭിരമിക്കുമ്പോൾ ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ശ്രീ അരുൺകുമാർ ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ. ഏത് കേസാണ് രജിസ്റ്റർ ചെയ്യുന്നത്? വളരെ തുച്ഛമായ ക്വാണ്ടിറ്റിയിൽ, നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന ഫൈൻ അടിക്കേണ്ട കേസുകളാണ് കേരളത്തിൽ കൂടുതലായും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ആ കേസ് വെച്ചിട്ടാണ് ഇവർ ഈ നാട്ടിൽ ഞങ്ങൾ ഇതാ ലഹരിക്കെതിരായിട്ട് പോരാട്ടം നടത്തുന്നത് എന്ന് പറയുന്നത്. ഇത്തരം ഡ്രഗ്സിൽ ഏറ്റവും വീര്യം കുറഞ്ഞ കാര്യങ്ങളിലൊന്നാണ് ഈ കഞ്ചാവ്. ആ കഞ്ചാവിന്റെ തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഫൈൻ അടച്ചാൽ തീരുന്ന കേസുകൾ, ആ കേസുകളുടെ നമ്പർ വെച്ചിട്ട് കേരളത്തിൽ സിന്തറ്റിക് ഡ്രഗ്സും ഡിസൈൻഡ് ഡ്രഗ്സും സെൽഫ് ഡിസൈൻഡ് ഡ്രഗ്സുമായി മാരകമായ കെമിക്കൽ ഡ്രഗ്സിന്റെ അമിതമായ ഉപയോഗം ഉണ്ടാകുമ്പോൾ, ഉപഭോഗം ഉണ്ടാകുമ്പോൾ, അതിന്റെ പേരിൽ ക്രൈം ഉണ്ടാകുമ്പോൾ അമ്മ ഏതാണ്, പെങ്ങൾ ഏതാണ്, അനുജൻ ഏതാണ്, കാമുകി ഏതാണ് എന്ന് തിരിച്ചറിയാതെ അവരെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ സഹപാഠി ഏതാണ്, കൂട്ടുകാരൻ ഏതാണെന്ന് തിരിച്ചറിയാതെ നഞ്ചക്ക് വെച്ച് മസ്തിഷ്കം കലക്കുമ്പോൾ, ആ മസ്തിഷ്കം കലക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഈ കഞ്ചാവ് കേസിനെ പറ്റി പറഞ്ഞിട്ട് എന്താ ശ്രീ അരുൺകുമാറെ കാര്യമുള്ളത്?